നമസ്കാരം. കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് നല്ലതായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഗംഭീര കണ്ടന്റുകൾ വന്നിരുന്നു, മികച്ച കളക്ഷനുകളൊക്കെ ആയിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളും അതിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആ സിനിമകളെക്കുറിച്ചല്ല, പാൻ ഇന്ത്യൻ പടങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും ക്ഷമ പരീക്ഷിച്ച ചില സിനിമകളെക്കുറിച്ചാണ്. വമ്പൻ ബഡ്ജറ്റൊക്കെയായി അലറലും കൂവലും വേഷം മാറലും ഒക്കെ ഉണ്ടെങ്കിലും മിക്കപ്പോഴും സ്ട്രാറ്റോസ്ഫിയറും കടന്ന് അയണോസ്ഫിയറിൽ എത്താനായിരുന്നു വിധി എന്ന് മാത്രം. പക്ഷേ കളക്ഷൻ നേടിയ സിനിമകളുമുണ്ട്. മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ വൻ സിനിമകൾ എന്ന നിലയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന്, ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് കമലഹാസൻ പ്രധാന വേഷത്തിലെത്തിയ ഇന്ത്യൻ 2. വിക്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയെങ്കിലും ആ വരവിൻ്റെ എല്ലാ പോസിറ്റീവുകളെയും തകർത്തെറിഞ്ഞ ഒരു അസഹനീയ കാഴ്ചയിലേക്ക് കൂപ്പുകുത്തി വീണ ചിത്രം. ദേവാസുരത്തിൽ ഒടുവിലുണ്ണികൃഷ്ണൻ്റെ ആ സംഭാഷണം മനസ്സിൽ ഇങ്ങനെ കൂടെ പതിഞ്ഞു. മനസ്സിൽ സേനാപതിക്കൊരു മുഖമുണ്ട്, വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു വന്ന് ആ നല്ല ഓർമ്മകളെ കൂടെ കളയണ്ടായിരുന്നു, കാണണ്ടായിരുന്നു എന്ന അവസ്ഥ. സേനാപതി വാ, വന്നു, സേനാപതി പോയേക്കാം, വീണ്ടും വാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ഇറങ്ങിപ്പോയാലും തെറ്റില്ലാത്തൊരവസ്ഥ. പെരിയത്താത്ത രണ്ടാമതും വന്നപ്പോൾ ആക്ഷനും കോമഡിയും പ്രണയവും സൗഹൃദവും ആനുകാലിക പ്രശ്നങ്ങളുമൊക്കെയായി കഥ വച്ചടി കയറിപ്പോകുന്നുണ്ടെങ്കിലും അറ്റം പോയ തെങ്ങിൽ തേങ്ങ പറിക്കാൻ കയറിയതുപോലെയായെന്ന് മാത്രം. ബൈ ദ വൈ, ഇന്ത്യൻ 3 വരുന്നുണ്ട്, കാണണം. ഇന്ത്യൻ 2 ഇറക്കിയതിനേക്കാൾ ധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് വേണമല്ലോ മൂന്നാം ഭാഗം കൂടെ കൊണ്ടുവരാൻ. ആ കോൺഫിഡൻസ് തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണും. 2, ശിവ സംവിധാനം ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തിയ കങ്കുവ. തിരക്കഥയും VFX ചെയ്തതായിരുന്നോ എന്ന് സംശയം തോന്നിയ ചിത്രം കൂടിയായിരുന്നു കങ്കുവ. അലാറം വച്ചതുപോലെ അലറലുകൾ ഉള്ളതുകൊണ്ട് പ്രേക്ഷകന് AC-യിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും സമ്മതിക്കാത്ത അവസ്ഥ കൂടിയായിരുന്നു. വില്ലൻ ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ മതി, ആളുകൾ ഭയന്നോളുമെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ബാക്കി കൂടെ ചിത്രത്തിൽ കാണാം. ടെക്നിക്കലി വമ്പൻ പരിപാടികൾ എന്നൊക്കെ തോന്നിപ്പിക്കാനുള്ള ഗിമ്മിക്സുകളുണ്ട് എങ്കിലും മടുപ്പിൻ്റെ അങ്ങേ തലക്കേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു എന്ന് ചുരുക്കി പറയാം. അണ്ണാത്തയിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ പാസം അല്പം കുറച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പാസം അത് വല്ലാത്തൊരു പാസം തന്നെയായിരുന്നു. തിരിച്ചു വരും, തിയേറ്ററിലൊരു വമ്പൻ ഹിറ്റൊക്കെ സമ്മാനിക്കുമെന്ന് കരുതിയ സൂര്യ കാത്തിരിപ്പാണ്, ഇക്കൊല്ലം ഉഷാറാക്കണം. 3, ധ്രുവ സർജ പ്രധാന വേഷത്തിലെത്തി കന്നഡയിൽ നിന്നും വന്ന മാർട്ടിൻ. വല്ലപ്പോഴും മാത്രമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങി ഓടിയാലോ എന്ന് തോന്നിപ്പിക്കുന്നത്. അത്രയും വലിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സീരിയസ് ആണോ സ്പൂഫ് ആണോ എന്നുള്ള ചിന്തയ്ക്കിടയിൽ ഇനി വിരിമാറ് കാണിച്ച് അതിൽ നിന്നും ഒരു ബുള്ളറ്റ് നെഞ്ചിലേക്ക് വാങ്ങിയാലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ. KGF വിജയത്തിൻ്റെ ഹാങ് ഓവറിൽ തോക്കുകളും ബുള്ളറ്റ് പറത്തലുമൊക്കെ ഉണ്ട് എങ്കിലും ഓവറാക്കി ചളമാക്കി വെറുപ്പിച്ചു. പിന്നെ എന്തൊക്കെയോ ചെയ്ത് അവസാനം കാണുന്നവൻ്റെ തല പെരിപ്പിച്ച സിനിമ. തിയേറ്ററിൽ നിന്നും ഇറങ്ങി പുറത്തെ വെളിച്ചം കാണുമ്പോൾ ചത്തിട്ടില്ലട എന്ന് സ്വയം പറയാൻ കൂടെ പ്രേരിപ്പിച്ച സിനിമ. 4, 350 കോടി മുതൽ മുടക്കി അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത് അക്ഷയ് കുമാർ, ടൈഗർ ഷെറോഫ്, പൃഥ്വിരാജ് സുകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ബഡേ മിയാൻ ചോട്ടെ മിയാൻ. തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല, നെറ്റ്ഫ്ലിക്സിലാണ് ഞാൻ കണ്ടത്. കോടികൾ പൊട്ടിച്ചതിൻ്റെ കാഴ്ചകൾ അങ്ങിങ്ങായി കാണാം. സ്ക്രീനിൽ പൊട്ടുന്നു, പൊട്ടിക്കുന്നു, അങ്ങനെ ഒടുവിൽ പടവും പൊട്ടുന്നു. എന്തൊക്കെയോ ബിൽഡപ്പ് കൊടുക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു മുഖം മൂടി. വേണമെങ്കിൽ അക്ഷയ് കുമാർ പ്രതീക്ഷ തെറ്റിച്ചില്ല എന്നത് ഒരു പോസിറ്റീവായി പറയാം. 5, ഒരു തെലുഗു സിനിമയാണ്. ഹരിശങ്കർ സംവിധാനം ചെയ്ത് രവിതേജ പ്രധാന വേഷത്തിലെത്തിയ മിസ്റ്റർ ബച്ചൻ. 70 കോടി മുതൽ മുടക്കി 7 കോടി കളക്ഷൻ നേടി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാൻ OTT റിലീസിന് ശേഷമാണ് കണ്ടത്. ഈ ലിസ്റ്റിൽ 5ാമത് ഈ സിനിമയുടെ പേര് പറയാൻ കാരണമുണ്ട്. റെയ്ഡ് എന്ന സിനിമയുടെ റീമേക്കാണ് മിസ്റ്റർ ബച്ചൻ. റെയ്ഡ് രസമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ മസാല കുറേ ഇട്ടു. മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ അളുക്ക മസാല, എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. അപ്പോൾ സിനിമ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റൊമാൻസ് ഒക്കെ കൊണ്ടുവന്ന് വെറുപ്പിച്ച് പണ്ടാരമടക്കി നിറച്ച പോലെ പാട്ടുകളും. പോട്ടെ, രവിതേജയും പ്രതീക്ഷ കളഞ്ഞില്ല എന്ന് സമാധാനിക്കാം. 6, രോഹിത് ഷെട്ടിയുടെ സിംഗം എഗെയിൻ. മുന്നേ പറഞ്ഞ ചിത്രങ്ങൾ പോലെയല്ല, കളക്ഷൻ കുറച്ചൊക്കെ കിട്ടിയ സിനിമയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, കഥ ആവശ്യമില്ല, അഭിനയിക്കാൻ തയ്യാറായവരെയൊക്കെ വിളിക്കുന്നു. വെറുതെ വിളിക്കുന്നല്ല, സ്റ്റാർസ് തന്നെ. അവർക്ക് കൊടുക്കേണ്ട കാശ്, പിന്നെ അവർക്ക് പൊട്ടിക്കാനും കത്തിക്കാനും ഒക്കെയായി ചിലവാകുന്ന ഒരു കാശുണ്ടാവില്ല, അതുകൂടെ ചേർക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് സിനിമ പോകുന്നത്. പിന്നെ പ്രേക്ഷകനെ പറ്റിക്കാനായി മാത്രം രാമായണം കഥയും സംഭവങ്ങളുമൊക്കെ മറ്റൊരു വശത്തൂടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സിംഗം എഗെയിൻ സ്ക്വയറൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും അല്ലേ, കണ്ടറിയാം. 7, തെലുഗുവിൽ നിന്ന് വന്ന ഫാമിലി സ്റ്റാർ. കുടുംബ സദസ്സുകൾക്ക് വേണ്ടി ഒരു കുടുംബ പടം എടുത്തേക്കാമെന്ന രീതിയിൽ പടം എടുത്തപ്പോൾ കുടുംബം എന്നത് പഴയ ഏതോ കാലത്തേക്ക് പോയെന്ന് മാത്രം. പരശുറാം സംവിധാനം ചെയ്ത് വിജയ് ദേവരകൊണ്ട പ്രധാന വേഷത്തിലെത്തിയ ഫാമിലി സ്റ്റാർ. അസഹനീയമായൊരു സിനിമ. കണ്ടു കഴിഞ്ഞ് അത്രയും നേരം കണ്ട പ്രേക്ഷകർ നന്ദി കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാലും എൻ്റെ സംവിധായക എന്നൊരു വിളി മാത്രം മനസ്സിൽ ബാക്കിയാവുന്നു. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിൽക്കാതെ, പോട്ടെ ഒന്ന് മെസ്സേജ് അയക്കാൻ പോലും നിൽക്കാതെ ഭീകര കോൺഫ്ലിക്റ്റ് ഒക്കെ ആയി കൊണ്ടുവന്ന് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിച്ച ധൈര്യമാണ് ഫാമിലി സ്റ്റാറിനെ വ്യത്യസ്തമാക്കുന്നത്. കാലം മാറിയതൊന്നും അറിയാത്തൊരു 50 കോടി മുതൽ മുടക്കിൽ വല്ലാത്തൊരു കാഴ്ച.
8 തിയേറ്റർ വലിയ വിജയമായ സിനിമയാണ്. തമിഴിൽ വലിയ കളക്ഷനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് രക്ഷയായി വന്ന അരൺമനെ 4 ആ വിജയത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ വല്ലാത്തൊരു സിനിമയായിപ്പോയി. ചിരിപ്പിക്കാനും പേടിപ്പിക്കാനും ത്രില്ലടിപ്പിക്കാനും ഒക്കെ പെടാപ്പാടുപെടുന്ന കഥാപാത്രങ്ങൾ, കഷ്ടപ്പെടുന്ന പ്രേതങ്ങൾ. OTT-യിലാണ് കണ്ടത്, അതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസമുണ്ടെന്ന് പറയാം. ഈ 8 സിനിമകളാണ് കഴിഞ്ഞ വർഷം കണ്ടതിൽ ഇത്രയും കാശ് മുടക്കി ഇമാതിരി പണികളെടുത്ത പടങ്ങളായി പോയല്ലോ എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നിപ്പിച്ച സിനിമകൾ. ഇഷ്ടപ്പെടാത്ത സിനിമകൾ വേറെയുമുണ്ട്, എങ്കിലും തീർച്ചയായും പരാമർശിക്കേണ്ടത് ഈ സിനിമകളാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കുണ്ടാകില്ല അങ്ങനെ ഉള്ള അനുഭവങ്ങൾ? നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട സിനിമാ കാഴ്ചകൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.